പാലക്കാട്ടെ നിയുക്ത എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കും. വിവരങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്നും എം രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എം രാകേഷ്, ഇപ്പോൾ എപ്പോഴാണ് നമ്മളുടെ നിയുക്ത എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ എത്തുക? ഏകദേശം 9:30 മണിയോടുകൂടി നിയുക്ത എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പാലക്കാട് വിജയത്തിന് ശേഷം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറ വീണ്ടും പുതുപ്പള്ളിയിലെത്തി സന്ദർശിക്കുകയാണ്. മുൻപ് നോമിനേഷൻ കൊടുക്കുന്ന സമയത്തും അദ്ദേഹം ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയിരുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിന് ലഭിച്ചിരുന്നത്. ചാണ്ടി ഉമ്മനും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്കും ഒപ്പം അദ്ദേഹത്തിന് ഇവിടെ സന്ദർശിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും. പക്ഷേ അന്ന് ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളോ ഈ സന്ദർശനത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നീട് ഇതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ചാണ്ടി ഉമ്മൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായിരുന്നു. അദ്ദേഹം മുംബൈയിൽ CPIM സ്ഥാനാർത്ഥികൾക്കൊപ്പം കൈ പിടിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചത്. ഇതിലും ചാണ്ടി ഉമ്മൻ്റെ അതൃപ്തി പ്രകടമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും മറ്റും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുതുപ്പള്ളിയിലെ വിജയത്തിന് ശേഷമുള്ള ഈ സന്ദർശനത്തിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അരുൺ, രാകേഷ്, ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത് മുംബൈ വഴി അദ്ദേഹം അമേരിക്കയിലേക്ക് മറ്റോ പോകുന്നു എന്നാണ്. അപ്പം ഈ വിജയിക്കുന്ന സമയത്ത് എനിക്ക് രാഹുലിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് ചാണ്ടി ഉമ്മൻ എന്നോട് പറഞ്ഞിരുന്നു കൽപ്പാത്തിയിൽ വെച്ച്. ചാണ്ടി ഇല്ലല്ലോ അല്ലേ സ്ഥലത്ത്? ഇല്ല, അദ്ദേഹം US തന്നെയാണ്. ഒപ്പം തന്നെ ഇതിനകം വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം ഫോണിൽ സംഭാഷണം നടത്തിയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും ചാണ്ടി ഉമ്മനുമായി അടുത്ത ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, എം രാകേഷാണ് നമുക്കൊപ്പം ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ പുതുപ്പള്ളിയിലേക്ക് നിയുക്ത പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലെത്തും. നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ചാണ്ടി ഉമ്മൻ്റെ കല്ലറ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് സരിൻ വലിയ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദമായിട്ടത് മാറി. അതിനുശേഷം ചാണ്ടി ഉമ്മൻ തന്നെ നേരിട്ട് പാലക്കാട് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അദ്ദേഹം വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥനയൊക്കെ നടത്തുന്നതും കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ചാണ്ടി ഉമ്മൻ്റെ അസാന്നിധ്യത്തിലാണ് വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. വിജയത്തിനു ശേഷം ഇന്നിപ്പോൾ രാവിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നായിരിക്കും അദ്ദേഹം തുടങ്ങുക. തീർച്ചയായിട്ടും രാഹുലിന് ചില കാര്യങ്ങൾ അതിനുശേഷം മാധ്യമങ്ങളോട് പറയാനുണ്ടാവും. നമുക്ക് കേൾക്കാം. രാഹുൽ എത്തട്ടെ. 9:30 രാഹുൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന വലിയ പള്ളിയിൽ എത്തും.